ഹലോ വെൽക്കം ടു പി കെ ലേണിങ്സ്. ഇപ്പോൾ നമ്മൾ കാർഷിക വിളകൾ എന്ന് പറയുന്ന ഒരു പാർട്ട് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്തവണത്തെ SCRT ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മേജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. നെല്ല് വരെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഗോതമ്പിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ത്യയിൽ നെല്ല് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ധാന്യവിളയാണ് ഗോതമ്പ്. ആഗോള ഗോതമ്പ് ഉൽപ്പാദനത്തിൻ്റെ 13.1% ഇന്ത്യയുടെ സംഭാവനയാണ്. അടിസ്ഥാനപരമായി ഇതൊരു മിതോഷ്ണ മേഖലാ വിളയാണ്. അതിനാൽ ഇന്ത്യയിൽ ശൈത്യകാലത്ത്, അതായത് റാബി കാലത്താണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ മുഴുവനും SCRT പ്രകാരമുള്ള ഡാറ്റസ് ആണ്. ഇതിൽ ഓരോ വർഷത്തിലും ചിലപ്പോൾ ചേഞ്ചുകൾ വരാം, ഓരോ കാലഘട്ടം അനുസരിച്ച് ചേഞ്ച് വരാം. എങ്കിലും നമ്മളെപ്പോഴും ഫൈനൽ റെഫറൻസ് ആയിട്ട് എപ്പോഴും കൊടുക്കുന്നത് SCRT ഡാറ്റ ആയതുകൊണ്ട് SCRTയിലുള്ള ഡാറ്റ പഠിച്ചതിന് ശേഷം കറൻ്റ്ലി എന്തെങ്കിലും മാറ്റം ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൺഫേം ചെയ്യാം. അപ്പോൾ നമ്മൾ നിലവിൽ പറയുന്നത് SCRT ബേസ്ഡ് ആയിട്ടുള്ള ഫാക്ച്വലായിട്ട് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശതമാന കണക്കുകളൊക്കെ പറയുന്ന സമയത്ത് SCRT ബേസ്ഡിലാണെന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിൽ നെല്ല് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വിളയാണ് എന്ത്? ഗോതമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹരിത വിപ്ലവമൊക്കെ പഠിച്ച സമയത്ത് പറഞ്ഞു ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഗോതമ്പ്. ഗോതമ്പിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ഒരു നെറ്റ് ഇമ്പോർട്ടർ ആയിരുന്നു നിന്ന് നെറ്റ് എക്സ്പോർട്ടർ ആവാനായിട്ട് നമുക്ക് ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെല്ല് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിളയാണ് എന്തെന്ന് പറയുന്നത് ഈ ഗോതമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആഗോള ഗോതമ്പ് ഉൽപ്പാദനത്തിന് 13% സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണെന്നുള്ള കണക്ക് മനസ്സിലാക്കുക. ഇതൊരു മിതോഷ്ണ മേഖല വിളയാണ്. അതതിൻ്റെ അടുത്ത സെൻറ്റൻസും കൂടെ കൂട്ടി വായിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ശൈത്യകാലത്ത്, അതായത് റാബി കാലത്താണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. അതായത് ടെമ്പറേറ്റ് സമയത്താണ്. നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പറഞ്ഞു ടെമ്പറേറ്റ്, പല തരത്തിലുള്ള ടെമ്പറേച്ചറുകളെ പറ്റിയിട്ടും അത് ആ ഒരു സമയത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്ന വിളകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. പ്രധാനമായിട്ടും ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്ന 3 കാലഘട്ടങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. അതിൽ ഖാരിഫ് എന്ന് പറയുന്ന വിളകളെ ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് പെടുത്തിയത്, ഇതിന് മുന്നേ പഠിച്ച നെല്ല് പെടുത്തിയത്. എന്നാൽ ഗോതമ്പ് എന്ന് പറയുന്നത് റാബി കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. റാബി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഒരു ശൈത്യകാലം. അതായത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മിതോഷ്ണ കാലഘട്ടം എന്ന് പറയുന്നത് കൂടുതലും ശൈത്യകാലമാണ്, വിന്റർ സീസണിൻ്റെ സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ, ഒക്ടോബർ മുതലുള്ള ടൈം പീരീഡിലാണ് പ്രധാനമായിട്ട് എന്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ റാബി വിളകളൊക്കെ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അധികം ടെമ്പറേച്ചർ ഒന്നും വേണ്ടാത്ത എന്നാൽ ഒരു മൈൽഡ് ടെമ്പറേച്ചറിൽ പോകുന്ന ഒരു കാലാവസ്ഥയായിരിക്കും. ഈ ടൈം പീരീഡിലാണ് പ്രധാനമായിട്ടും റാബി വിളകൾ കൃഷി ചെയ്യുന്നത്. അതിലാണ് എന്ത് പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ഗോതമ്പ് പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഗോതമ്പിൻ്റെ ഫാക്ടറികൾ പറഞ്ഞു വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 13% ഗ്ലോബൽ പ്രൊഡക്ഷൻ എവിടെയാണ്? ഇന്ത്യയിലാണ് നടക്കുന്നത്. ഒരു മിതോഷ്ണ വിളയാണ്. അതുകൊണ്ട് തന്നെ റാബി കാലഘട്ടത്തിൽ, ശൈത്യകാലത്തിലാണ് ഇത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. സിന്ധു ഗംഗ സമതലം, മാൾവ പീഠഭൂമി, 2700 മീറ്റർ വരെ ഉയരമുള്ള ഹിമാലയൻ പ്രദേശങ്ങൾ എന്നിങ്ങനെ രാജ്യത്തിന്റെ ഉത്തര മധ്യ മേഖലകളിലായാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്ന ആകെ പ്രദേശത്തിന്റെ 85% കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് 85% പ്രധാനമായിട്ട് വരുന്ന മേഖല, ഗോതമ്പ് കൃഷി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഒന്ന് സിന്ധു ഗംഗ സമതലമാണ്. നമുക്കറിയാം ആ ഒരു അലൂവിയൽ സോയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് സിന്ധു ഗംഗ സമതലം എന്ന് പറയുന്നത്, നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. മാൾവ പീഠഭൂമി എന്ന് പറയുന്നത്, നമ്മൾ മാൾവ പീഠഭൂമി എവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടി നെക്സ്റ്റ് സ്ലൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രദേശം നോക്കുകയാണെങ്കിൽ ഈ രാജസ്ഥാൻ, ഈ ഒരു പ്രദേശം കഴിഞ്ഞാൽ ഈ ഒരു മേഖലയാണ് എന്ത് വരുന്നത്? പ്രധാനമായിട്ടും മാൾവ എന്ന് പറയുന്നത്. ഇപ്പോൾ ടോപ്പ് 10 വീറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു മേഖല കണ്ടാൽ മനസ്സിലാവും. സിന്ധു ഗംഗ സമതലം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മേജർ പ്രദേശം വരുന്നുണ്ട്. താഴെ കിടക്കുന്ന മാൾവ പീഠഭൂമി വരുന്നുണ്ട്. കൂടാതെ 2700 മീറ്റർ ഉയരമുള്ള ഹിമാലയൻ പ്രദേശങ്ങൾ, അതായത് ഹൈറ്റ് കൂടി 2700 മീറ്റർ വരെ ഉയരമുള്ള, അതിനേക്കാളും കൂടിയതല്ല, അത് വരെയുള്ള ഹിമാലയൻ പ്രദേശങ്ങളും പ്രധാനമായിട്ട് എന്തിൽ വരുന്നുണ്ട്? ഈ പറയുന്ന ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയാസിൽ വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഉത്തര മധ്യ മേഖലകളിലാണ് പ്രധാനമായിട്ടും ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? 85% ഗോതമ്പ് കൃഷി എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ പ്രൊഡക്ഷന് സംഭാവന ചെയ്യുന്നുണ്ട്. സൗത്തിൽ പ്രധാനമായിട്ട് ഇതിന് പ്രൊഡക്ഷൻ കുറവാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നോർത്ത് മിഡിൽ സ്റ്റേറ്റുകളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. റാബി വിള ആയതുകൊണ്ട് തന്നെ ജലസേചനത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റാബി വിളയാണ്. റാബി വിള ആയതുകൊണ്ട് തന്നെ ശൈത്യകാലത്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? മഴയെ പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യല്ല, ജലസേചനത്തെയാണ് പ്രധാനമായിട്ട് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അമിതമായിട്ട് കൂടുതലായിട്ട് വേണ്ടി വരുന്ന ജലസേചനം മുഴുവൻ പ്രൊവൈഡ് ചെയ്യുന്നത്, കൂടുതലായിട്ട് വേണ്ടി വരുന്ന ഇതിൻ്റെ ജലത്തിൻ്റെ നീഡുകൾ മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്താണ്? നമ്മൾ മഴയല്ല, ജലസേചനത്തിലൂടെയാണ്, ഇറിഗേഷനിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹിമാലയത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലും മധ്യപ്രദേശിൻ്റെ മാൾവ പീഠഭൂമിയുടെ ഭാഗങ്ങളിലും മഴയെ മാത്രം ആശ്രയിച്ചാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ചില പ്രദേശങ്ങൾ ഹിമാലയത്തിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഏരിയസിലും മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയുടെ ഭാഗങ്ങളിലും മഴയെ മാത്രം ആശ്രയിച്ചാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു മിഡിൽ പ്രദേശങ്ങളിലോട്ട് വന്ന മാൾവ പീഠഭൂമി എന്ന് പറയുന്നതൊക്കെ എന്താണ്? മധ്യപ്രദേശിൻ്റെ ഒക്കെയുള്ള ഒരു മിഡിൽ മേഖലയാണ്. കൂടാതെ ഹിമാലയത്തിൻ്റെ ഹൈറ്റ് കൂടിയ ഏരിയസിലൊക്കെ എന്താണ്? അവിടെ മഴയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, കൂടുതലായിട്ടും മഴയെ മാത്രം ആശ്രയിച്ചാണ് ഗോതമ്പ് കൃഷി പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഉയർന്ന ഹൈറ്റ് കൂടിയ പ്രദേശങ്ങളിലും മാൾവ പീഠഭൂമിയുടെ ഭാഗങ്ങളിലും
കൂടുതലായിട്ടും മഴയെ മാത്രം ആശ്രയിച്ചാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. നമ്മൾ സിന്ധു ഗംഗ സമതലം എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ എന്താ ഉള്ളത്? അലുവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ് ഉള്ളത്. എക്കൽ മണ്ണ് എന്ന് പറയുന്നത് എന്താണ്? അലുവിയൽ സോയിൽ. അലുവിയൽ സോയിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. മുഖ്യമായിട്ടും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു നെല്ല് എന്തായിരുന്നു? ഒരു ഖാരിഫ് വിളയായിരുന്നു. നെല്ലിന് കൂടുതലായിട്ടും വേണ്ടിയിരുന്ന എന്തായിരുന്നു? മഴ അത്യാവശ്യമായിരുന്നു. ടെമ്പറേച്ചർ 24 ഡിഗ്രി വരെ ടെമ്പറേച്ചർ വേണമായിരുന്നു. 150 സെൻറ്റിമീറ്ററിലധികം മഴയും വേണ്ടിയിരുന്നതെന്നായിരുന്നു നെല്ല് എന്ന് പറയുന്നത്. എന്നാൽ ഖാരിഫ് വിളയിൽ നിന്ന് മാറി റാബി വിളയായിട്ടുള്ള ഗോതമ്പിലേക്ക് വന്നപ്പോൾ അവിടുത്തെ മഴയുടെ ഡിമാൻഡ് കുറഞ്ഞു. മഴ എത്ര മതി? 75 സെൻറ്റിമീറ്റർ മാത്രം മഴ മതി. ടെമ്പറേച്ചർ 10 ഡിഗ്രി വരെ പോയാലും കുഴപ്പമില്ല. 10നും 26നും ഇടയിലുള്ള ടെമ്പറേച്ചർ മാത്രം മതി. കൂടാതെ 75 സെൻറ്റിമീറ്റർ മാത്രം മഴ കിട്ടിയാൽ മതി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ടെമ്പറേച്ചർ 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ മഴ, 75 സെൻറ്റിമീറ്റർ മഴയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് എന്തിൽ പഠിക്കുന്നത്? ഗോതമ്പിൽ ആദ്യമായിട്ട് പ്രധാനമായിട്ടുള്ള അതിൻ്റെ കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞത്. ഇനി ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കണക്കുകൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? SCERT ഡാറ്റയിൽ എപ്പോഴാണോ എടുത്തിട്ടുള്ളത് അതിന് പ്രകാരമാണ്. ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഓരോ തവണയും എന്ത് ചെയ്യുക? ഡാറ്റാസ് ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിലവിലെ ഡാറ്റ അനുസരിച്ച് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പഞ്ചാബ്, ഹരിയാന പ്രദേശങ്ങളിലൊക്കെ എന്താണ് കൂടുതലായിട്ടും വീറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്ന വീറ്റ് റവല്യൂഷനാണ് പ്രധാനമായിട്ടും അവിടെ ഒരു കൃഷി കൂടാനായിട്ട് കാരണമായത്. കൂടാതെ മധ്യപ്രദേശ്, നമ്മൾ മാൽവ പീഠഭൂമിയുടെ പ്രദേശത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മധ്യപ്രദേശും കൂടാതെ രാജസ്ഥാൻ, UP ഈ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദനം നടത്തുന്നത്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം പക്ഷേ എന്താണ്? ചൈനയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയല്ല, ചൈനയാണ്. ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രദേശം ഉണ്ടല്ലോ, നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു സിന്ധു ഗംഗ സമതല പ്രദേശങ്ങൾ പറഞ്ഞു. കൂടാതെ മാൾവ പീഠഭൂമി, രാജസ്ഥാൻ പ്രദേശങ്ങളൊക്കെ പറഞ്ഞു. ഹിമാലയത്തിന് 2700 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. എന്തൊക്കെയാണ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഉത്തർപ്രദേശാണ്. 2ാം സ്ഥാനത്ത് മധ്യപ്രദേശ്, 3ാം സ്ഥാനത്ത് പഞ്ചാബുമാണ്. നമ്മളൊരു മാപ്പ് പറഞ്ഞിരുന്നു. ഈ മാപ്പ് പ്രകാരം നോക്കുക, ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഈ പ്രദേശങ്ങളിലെല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഗോതമ്പിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ പറഞ്ഞു. 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറും 75 സെൻറ്റിമീറ്റർ മഴയാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത്. എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട മേഖലകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്താണ്? ഗ്രീൻ റവല്യൂഷനൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മുന്നേ അറിയാമായിരുന്നു. പ്രധാനമായിട്ടും വീറ്റിനെ പറ്റിയിട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ഖാരിഫ് വിള അല്ല, റാബി വിളയാണ്. ശൈത്യകാലത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്താണ് അരിച്ചോളം അഥവാ സോർഗം അല്ലെങ്കിൽ ജോവർ എന്ന് പറയുന്നത്. അപ്പോൾ അരിച്ചോളം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ധാന്യങ്ങളെ പറ്റി പഠിച്ചിരുന്നു. ധാന്യങ്ങൾ എന്ന് പറയുന്നതിൽ എന്താണ്? മൃദുധാന്യങ്ങളും കട്ടി കൂടിയ ധാന്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ മൃദുധാന്യങ്ങളായിരുന്നു നെല്ലും ഗോതമ്പുമായിട്ട് പറഞ്ഞത്. ഇത് കൂടാതെ കട്ടി കൂടിയ അതായത് നമ്മൾ പരുക്കൻ ധാന്യങ്ങൾ എന്ന് പറയും. ഈ പരുക്കൻ ധാന്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒന്നായിരുന്നു എന്ത്? അരിച്ചോളം. ഇത് ആദ്യം നമ്മുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നായിരുന്നു. ആദ്യം പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിൾ ആയിരുന്നു എന്ത്? അരിച്ചോളം എന്ന് പറയുന്നത്. എന്ത്? പരുക്കൻ ധാന്യങ്ങളിൽ പെട്ട ഒന്നാണ് അരിച്ചോളം അഥവാ സോർഗം അഥവാ ജോവർ എന്ന് പറയുന്നത്. രാജ്യത്തെ ആകെ കൃഷിഭൂമിയുടെ 16% പ്രദേശത്ത് പരുക്കൻ ധാന്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 16% രാജ്യത്തെ ആകെ കൃഷിഭൂമിയുടെ 16% പ്രദേശത്ത് മൊത്തം പരുക്കൻ, അതായത് അരിച്ചോളം ആണെന്നല്ല, പരുക്കൻ ധാന്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഇതിൽ 5.3% പ്രദേശത്തും അരിച്ചോളം അഥവാ സോർഗമാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ മൊത്തം പരുക്കൻ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിൽ 1/3 ഭാഗത്തും കൃഷി ചെയ്യുന്നത് എന്താണ്? അരിച്ചോളമാണ് അഥവാ എന്താണ്? നമ്മുടെ സോർഗം അഥവാ ജോവറാണ്. മധ്യ ഇന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും അർദ്ധ ഊഷര പ്രദേശങ്ങളിലെ പ്രധാന ഭക്ഷ്യവിളയാണ്. അപ്പോൾ മുകളിലും താഴെയും എവിടെ? നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും പ്രധാനപ്പെട്ട അർദ്ധ ഊഷര പ്രദേശങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ് എന്ത്? അരിച്ചോളം അഥവാ സോർഗം എന്ന് പറയുന്നത്. രാജ്യത്തെ അരിച്ചോള ഉൽപ്പാദനത്തിന്റെ പകുതിയിലേറെയും ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് 50% ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ അരിച്ചോളം ഉൽപ്പാദിപ്പിക്കുന്നത്. കർണാടക, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയാണ് ഈ വിളയുടെ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മഹാരാഷ്ട്ര മുതൽ കർണാടകയും മധ്യപ്രദേശ്, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയവയൊക്കെ എന്താണ്? ഒരു മിഡിൽ സൗത്തൺ സ്റ്റേറ്റുകളാണ് കൂടുതലായിട്ടും അരിച്ചോളം നിർമ്മാണത്തിന് മുന്നിട്ട് നിൽക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഖാരിഫ്, റാബി കാലങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ട് മനസ്സിലാക്കുക. ഇതൊരു ഖാരിഫ് സമയത്തും റാബി സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് എന്ത്? അരിച്ചോളം അഥവാ സോർഗം എന്ന് പറയുന്നത്.
പക്ഷേ കൂടുതലായി കാലിത്തീറ്റയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഉത്തരേന്ത്യയിൽ ഇത് ഖാരിഫ് വിളയാണ്. വിന്ധ്യാചലത്തിന്റെ തെക്കുഭാഗത്ത് മഴയെ മാത്രം ആശ്രയിച്ച് ഈ വിള കൃഷി ചെയ്യുന്നുവെങ്കിലും ഈ പ്രദേശത്ത് അരിച്ചോളത്തിന്റെ ഉൽപ്പാദന ശേഷി വളരെ കുറവാണ്. അപ്പം നമ്മൾ പറഞ്ഞ നോർത്തിലും സൗത്തിലും കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിലും കർണാടകയിലും തെലങ്കാനയിലും ഒക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. മധ്യപ്രദേശിലും കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് രണ്ട് കാലഘട്ടത്തിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റും. ഖാരിഫ് സമയത്തും കൃഷി ചെയ്യാം, റാബി സമയത്തും കൃഷി ചെയ്യാം. എന്നാൽ കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യയിൽ, അതായത് ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഇത് കാലിത്തീറ്റയ്ക്ക് വേണ്ടി കൂടിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഖാരിഫ് സീസണിലാണ്. വിന്ധ്യാചലത്തിന്റെ തെക്ക് ഭാഗത്ത് മഴയെ മാത്രം ആശ്രയിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണ്, അവിടെ അതിന്റെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് നമ്മൾ സ്വർഗ്ഗത്തിനെ പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ അരിച്ചോളത്തിനെ പറ്റി നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ. അതായത് ആദ്യം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു, നമ്മൾ 2 തരത്തിലുള്ള ധാന്യങ്ങളെ പറ്റി പറഞ്ഞു. എന്താണ്, മൃദുധാന്യങ്ങളെന്നും പരുക്കൻ ധാന്യങ്ങളെന്നും പറഞ്ഞു. ഈ മൃദുധാന്യങ്ങൾ നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഇനി പരുക്കൻ ധാന്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നു 16% പ്രദേശത്തും പരുക്കൻ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അത് 5.3% കൃഷി ചെയ്യുന്നത് തന്നെയാണ് അരിച്ചോളം തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലുമാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് തിനയാണ്. ഫോക്സ്റ്റൈൽ മില്ലറ്റ് അഥവാ തിനയാണ്. ചൂട് കൂടിയ വരണ്ട കാലാവസ്ഥയുള്ള രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് തിന കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മില്ലറ്റാണ്. മില്ലറ്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മൾ മില്ലറ്റ് ഇയർ ആഘോഷിച്ചിരുന്നു. കൂടാതെ മില്ലറ്റിന് ഭയങ്കര അധികം പ്രയോറിറ്റി കൊടുത്തിരുന്നു. കാരണം എന്താണ്, മില്ലറ്റിനകത്തുള്ള മിനറൽസ് മാത്രമല്ല, മിനറൽസും നമുക്ക് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത് ഏത് കാലഘട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃഷി ചെയ്യാൻ പറ്റും. ഇത് ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയിൽ പോലും കൃഷി ചെയ്യാൻ പറ്റുന്ന, രാജസ്ഥാന പ്രദേശങ്ങളിൽ പോലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. മില്ലറ്റ്സ് തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോക്സ്റ്റൈൽ മില്ലറ്റ് അഥവാ തിന എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്, ചൂട് കൂടിയ വരണ്ട കാലാവസ്ഥയുള്ള രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് തിന കൃഷി ചെയ്യുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ രാജസ്ഥാൻ പോലുള്ള മേഖലകളിലാണ് പ്രധാനമായിട്ട് എന്ത് കൃഷി ചെയ്യുന്നത്, ഈ പറയുന്ന ഫോക്സ്റ്റൈൽ മില്ലറ്റ് അഥവാ തിന കൃഷി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് അടിക്കടി ഉണ്ടായ വരണ്ട ഇടവേളകളെയും വരൾച്ചയെയും പ്രതിരോധിക്കുന്ന ഒരു കഠിന വിളയാണ്. ഇതൊരു ഹാർഡായിട്ടുള്ള വിളയാണ്. അല്ലെങ്കിൽ ഹാർഡി നമ്മൾ പറയുന്നത് എന്താണ്, ഇത് ഏത് സീസണിലും കൾട്ടിവേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിൽ മഴ കുറവുള്ള കാലഘട്ടത്തിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിജീവിക്കാൻ പറ്റുന്ന ഒരു വിളയാണ് നമ്മൾ സാധാരണ മില്ലറ്റുകൾ എന്ന് പറയാം. ആ മില്ലറ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് തിന എന്ന് പറയുന്നത്. ഒറ്റയ്ക്കോ മിശ്രവിളയുടെ ഭാഗമായിട്ട് ഇവ കൃഷി ചെയ്യുന്നു. മിശ്രവിള നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. മിക്സറായിട്ട് ഫാം ചെയ്യുന്നതിനാണ് മിശ്രവിള എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് വേണമെങ്കിലും കൾട്ടിവേറ്റ് ചെയ്യാം, മിശ്രവിളയുടെ ഭാഗമായിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് കൾട്ടിവേറ്റ് ചെയ്യാം, തിന കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രാജ്യത്തിന്റെ ആകെ കൃഷിഭൂമിയുടെ 5.2% പ്രദേശത്താണ് ഈ പരുക്കൻ ധാന്യം കൃഷി ചെയ്യുന്നത്. ഇതൊരു പരുക്കൻ ധാന്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്ത് മൊത്തം 15% എന്ത് ചെയ്യുന്നത്, നമ്മുടെ പരുക്കൻ ധാന്യങ്ങൾ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഇതിൽ തന്നെ 5.5% അല്ലെങ്കിൽ 5.2% കൃഷി എന്താണ്, നമ്മൾ ഈ പറഞ്ഞ തിനയാണ് കൃഷി ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് തിനയുടെ പ്രധാനപ്പെട്ട ഉൽപ്പാദകർ. മഹാരാഷ്ട്ര മുതൽ ഒരു വെസ്റ്റേൺ സൈഡ് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മുകളിൽ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന ഈ ഒരു പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ട് എന്ത് കൃഷി ചെയ്യുന്നത്, നമ്മുടെ തിന കൃഷി ചെയ്യുന്നത്. മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് കൊണ്ട് രാജസ്ഥാനിൽ ഈ വിളയുടെ ഉൽപ്പാദന ശേഷി വളരെ താഴ്ന്നതാണ്. പക്ഷേ രാജസ്ഥാനിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കിട്ടുന്ന മഴകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇത് വർഷാവർഷം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിത്തനങ്ങളും ജലസേചനത്തിന്റെ വ്യാപനവും സാധ്യമായതോടെ സമീപ വർഷങ്ങളിൽ ഹരിയാനയിലും ഗുജറാത്തിലും തിനികളുടെ ഉൽപ്പാദന ശേഷി വർദ്ധിച്ചു കാണും. അപ്പോൾ ഒട്ടും മഴയില്ലാത്തപ്പോഴും വളരെ ഡ്രൈ ആയിട്ടുള്ള സീസണുകളിലും കമ്പാരിറ്റീവ്ലി വളരുമെങ്കിലും മഴ കിട്ടുന്നതനുസരിച്ച് ഇതിന്റെ പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റീസെന്റ് കാലാവസ്ഥയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, മഴയുടെ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, വർഷാവർഷം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള സീഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിത്തനങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ജലസേചനം കുറച്ചും കൂടി വൈഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന് പ്രൊഡക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്താണ് ചോളം. അർദ്ധ ഊഷര കാലാവസ്ഥാ സാഹചര്യങ്ങളിലും ഗുണനിലവാരം കുറഞ്ഞ മണ്ണിലും ഭക്ഷണത്തിനായും കാലിത്തീറ്റയ്ക്കായും കൃഷി ചെയ്യുന്ന വിളയാണ് ചോളം. ഇപ്പോൾ ചോളം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അതൊരു പ്രോപ്പർ മില്ലറ്റ് അല്ല, പക്ഷേ മില്ലറ്റ്സിനേക്കാളും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചോളം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അർദ്ധ ഊഷര കാലാവസ്ഥാ സാഹചര്യങ്ങളിലും ഗുണനിലവാരം കുറഞ്ഞ മണ്ണിലും ഭക്ഷണത്തിനായും കാലിത്തീറ്റയ്ക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചോളം കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഒരു ഓൾ ടൈം സീസൺ ക്രോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അർദ്ധ ഊഷര കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യുന്നുണ്ട്. ഗുണനിലവാരം മണ്ണിന് കുറവാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. കാലിത്തീറ്റയ്ക്കായിട്ടും ഭക്ഷണത്തിനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ചോളത്തിനെ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ മെയ്സിനെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. രാജ്യത്തെ ആകെ കൃഷിഭൂമിയുടെ 3.6% പ്രദേശത്ത് മാത്രമാണ് വിള കൃഷി ചെയ്യുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ മൊത്തം പ്രൊഡക്ടിവിറ്റി ഏരിയാസിൽ എന്ത് ചെയ്യുന്നുണ്ട്, 3.6% എന്ത് കൃഷി ചെയ്യുന്നു, ചോളമാണ് കൃഷി ചെയ്യുന്നത്. ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചോളം കൃഷി ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അർദ്ധ ഊഷര കാലാവസ്ഥയാണെന്ന് പറഞ്ഞു. മഴയുടെ ഡിപ്പെൻഡിങ് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗോതമ്പിന്റെ ഒക്കെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മഴയുടെ റിക്വയർമെന്റ് പറഞ്ഞതുപോലെയാണ്. 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചോളം പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പഞ്ചാബിലും കിഴക്കൻ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലും ഒഴികെ ഇന്ത്യയിൽ എല്ലായിടത്തും ചോളം കൃഷി ചെയ്യുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്.
എവിടെ ചോളം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ പഞ്ചാബും കിഴക്കൻ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളും ഒഴികെ എല്ലായിടത്തും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം പഞ്ചാബ് കിഴക്കൻ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ഒഴികെ, പഞ്ചാബിൽ കൃഷി ചെയ്യുന്നില്ല, കിഴക്കൻ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ഒഴികെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലായിടത്തും ചോളം കൃഷി ചെയ്യുന്നുണ്ട്. കർണാടക, മധ്യപ്രദേശ്, ബീഹാർ, ആന്ധ്ര, തെലങ്കാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും ചോളം ഉൽപാദനം മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം കർണാടക, മധ്യപ്രദേശ്, കൂടാതെ മുകളിലുള്ള ബീഹാർ, താഴെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ, UP അഥവാ ഉത്തർപ്രദേശ്, ഇത്രയും സംസ്ഥാനങ്ങളിലാണ് ചോളം ഉൽപാദനത്തിൽ പ്രധാനമായിട്ടും മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പരുക്കൻ ധാന്യങ്ങളെക്കാൾ ചോളത്തിന്റെ ഉൽപാദന ശേഷി ഉയർന്നതാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പരുക്കൻ ധാന്യങ്ങളുടെ കാര്യം പറഞ്ഞു, അതിനേക്കാളും കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നു, ചോളത്തിനുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ 3.6% പ്രദേശങ്ങളിൽ മാത്രമാണ് ചോളം കൃഷി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഉൽപാദന ശേഷി ഇന്ത്യയുടെ മധ്യഭാഗങ്ങളിലേക്ക് പോകുന്നതോറും കുറഞ്ഞു വരുന്നു. നമ്മൾ ഈ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതലായിട്ട് കർണാടക, ആന്ധ്ര, തെലങ്കാന പോലുള്ള സൗത്ത് സ്റ്റേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് പോകുന്നതോറും ഇതിന് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിലും ഉത്തർപ്രദേശിലും ഉണ്ടെങ്കിൽ പോലും മുകളിലേക്ക് പോകുന്നതോറും ഇതിന്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകമാണ്, അത് കഴിഞ്ഞാൽ ബീഹാറും, അത് കഴിഞ്ഞാൽ മധ്യപ്രദേശമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളത് എവിടെയാണ്, കർണാടകയിലാണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്നതോറും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരുമെങ്കിലും പിന്നീട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്, ബീഹാറിലും പിന്നെ മധ്യപ്രദേശിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പയറുവർഗ്ഗങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ലെഗ്യൂംസിനെ പറ്റിയിട്ടാണ്. ധാരാളം മാംസ്യം അടങ്ങിയിരിക്കുന്ന സസ്യാഹാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നവയാണ് പയറുവർഗ്ഗ വിളകൾ. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ഡെക്കാൻ പീഠഭൂമിയിലെയും മധ്യപീഠഭൂമികളിലെയും വരണ്ട പ്രദേശങ്ങളിലുമാണ് പയറുവർഗ്ഗങ്ങളുടെ കൃഷി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഗ്യൂംസ് അഥവാ പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പല തരത്തിലുള്ള പയർ വെർഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി, അതായത് ഇത് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് മാംസ്യം അഥവാ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മാംസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടീനാണ്. പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള സസ്യാഹാരങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പയർ മുളപ്പിച്ചൊക്കെ കഴിക്കാറുണ്ട്. പ്രോട്ടീൻ്റെ ഒരു റിച്ച് സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ലെഗ്യൂംസ് അഥവാ പയർ എന്ന് പറയുന്നത്. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ എന്ന് പറഞ്ഞാൽ എന്താണ്, നൈട്രജൻ ഫിക്സേഷനത്തിലൂടെ മണ്ണിനെ സ്വാഭാവിക ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നു, പയറുവർഗ്ഗ വിളകൾക്ക് സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ലൈറ്റിംഗ് നടക്കുന്ന സമയങ്ങളൊക്കെ ഈ നൈട്രജൻ സ്ഥിരീകരണം നടത്താനായിട്ട് ഇതിന് അകത്ത് കുറേ ബാക്ടീരിയസ്, സെറ്റോബാക്ടീരിയ പോലത്തെ പല ടൈപ്സ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നൈട്രജൻ സ്ഥിരീകരണം നാച്ചുറലായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മണ്ണിന്റെ സ്വാഭാവികമായിട്ട് ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് ഈ വിളകൾക്ക് സാധിക്കുന്നു, പയറുവർഗ്ഗ വിളകൾക്ക് പ്രധാനമായിട്ടും സാധിക്കുന്നു. രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ഡെക്കാൻ പീഠഭൂമിയിലും മധ്യപീഠഭൂമിയിലെയും വരണ്ട പ്രദേശങ്ങളിലുമാണ് പ്രധാനമായിട്ടും പയറുവർഗ്ഗങ്ങളുടെ കൃഷി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പയർ ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ്. വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും, അതായത് നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിലും ഡെക്കാൻ പീഠഭൂമിയിലെയും മധ്യപീഠഭൂമികളിലെയും വരണ്ട പ്രദേശങ്ങൾ, കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിൽ പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പ്രധാനമായിട്ട് ഇതിന്റെ കൾട്ടിവേഷൻ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ആകെ കൃഷിഭൂമിയുടെ 11% പയറുവർഗ്ഗങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മൊത്തം കൃഷിഭൂമി എടുത്തു കഴിഞ്ഞാൽ അതിൽ 11% പയറുകൾ കൃഷി ചെയ്യുന്നുണ്ട്. വരണ്ട പ്രദേശങ്ങളിൽ മഴയെ മാത്രം ആശ്രയിച്ച് ചെയ്യുന്ന കൃഷി രീതി ആയതിനാൽ പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദന ശേഷി വളരെ കുറവാണ്. അപ്പോൾ വരണ്ട പ്രദേശങ്ങളാണ് കൂടുതൽ കൾട്ടിവേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയായിരിക്കും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. വർഷാവർഷം ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ വർഗ്ഗത്തിൽ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ പയറും തുവരയുമാണ്. അപ്പോൾ പയർ വർഗ്ഗങ്ങൾ മൊത്തത്തിൽ ലെഗ്യൂംസിനെ മൊത്തം എടുക്കുകയാണെങ്കിൽ ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന പയറുകളും തുവരയുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് കൃഷി ചെയ്യുന്ന രണ്ട് വിളകൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളതിൽ ഓരോന്നിനെ പറ്റി പഠിക്കാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ലെഗ്യൂംസിലെ കാറ്റഗറിയിൽ പെടുന്നതാണ് പയർ. സാധാരണ നമ്മൾ കാണുന്ന പയർ എന്ന് പറയുന്നത് മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളാണ് പയർ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ടെമ്പറേറ്റ് റീജിയൻസിലൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിലും വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലും റാബി കാലത്ത് മഴയെ മാത്രം ആശ്രയിച്ചും ഇവ കൃഷി ചെയ്യുന്നു. അപ്പോൾ പ്രധാനമായിട്ടും രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിലും, മധ്യപ്രദേശ് പോലുള്ള മധ്യഭാഗങ്ങളിലും, പടിഞ്ഞാറ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് സൈഡുകളിലും മിഡിൽ പ്രദേശങ്ങളിലും പ്രധാനമായിട്ടും റാബി കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. അപ്പോൾ റാബി കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശൈത്യകാലമാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, പയർ കൃഷി ചെയ്യുന്നത്. ഈ വിള വിജയകരമായി കൃഷി ചെയ്യുന്നതിന് 1-2 മഴയോ ജലസേചനമോ ആവശ്യമാണ്. അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്താൽ മതി, 1-2 മഴ കിട്ടിയാൽ മതി. ഇല്ലെങ്കിൽ ബാക്കി സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ജലസേചനം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് റാബി കാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്ത് ചെയ്യുന്നതാണ്, ജലസേചനം കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കൃഷികളായിരിക്കും പ്രധാനമായിട്ട് ഉണ്ടാവുക. അമിതമായിട്ട് മഴയൊന്നും പെയ്യാറില്ലായിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വെസ്റ്റേൺ റീജിയൻസിലോ ആയിട്ട് സെൻട്രൽ റീജിയൻസിലൊക്കെ ആയിട്ട് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് എന്തെന്ന് പറയുന്നത്, പയർ എന്ന് പറയുന്നത്.
ഹരിത വിപ്ലവത്തെ തുടർന്ന് ഹരിയാന, പഞ്ചാബ്, ഉത്തര രാജസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ ഗോതമ്പ് കൃഷിയുടെ വ്യാപനത്തോടെ പയറുവിളകൾ മാറ്റപ്പെട്ടു. രാജ്യത്തെ ആകെ കൃഷിഭൂമിയുടെ 2.8% മാത്രമാണ് ഇപ്പോൾ പയറുവിളകൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷൻ നോക്കിയാൽ 2.8% മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ഹരിത വിപ്ലവം വന്നപ്പോൾ നിലവിലുള്ള കൃഷിരീതികളൊക്കെ മാറിയിട്ട് ഗോതമ്പിന് ഹയർ പ്രയോറിറ്റി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഹരിയാന, പഞ്ചാബ്, ഉത്തര രാജസ്ഥാൻ പ്രദേശങ്ങളിൽ ഗോതമ്പ് കൃഷിയുടെ വ്യാപനം നടന്നു. അപ്പോൾ എന്ത് ചെയ്തു? പയറുവിളകൾ മാറ്റപ്പെടുകയും നിലവിലത്തെ ശതമാനം നോക്കിയാൽ 2.8% മാത്രമാവുകയും ചെയ്തു. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ പയറുവിളയുടെ പ്രധാനപ്പെട്ട ഉത്പാദകർ. നിലവിലെ പ്രൊഡക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന, രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, സെൻട്രൽ ആയിട്ടുള്ള റീജിയൻസും നോർത്ത് ഈസ്റ്റിലേക്ക് എന്താണ് ഒരു സെൻട്രൽ ഒരു വെസ്റ്റ് ടിൽറ്റാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. പ്രധാനമായിട്ട് എവിടെയാണ്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന, രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും പയറുവിളകൾ കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. ജലസേചന സൗകര്യമുള്ള പ്രദേശങ്ങളിൽ പോലും ഈ വിളയുടെ ഉൽപ്പാദനം കുറഞ്ഞും വർഷാവർഷം വ്യത്യാസപ്പെട്ടുവരിക്കും. കാരണം ജലസേചനം കൊടുത്ത് മാത്രമേ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റാബി കാലത്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജലസേചനം കൊടുത്താൽ പോലെ ഇതിന്റെ പ്രൊഡക്ടിവിറ്റി ഓരോ വർഷം മാറി മാറിക്കൊണ്ടിരിക്കും. കമ്പാരിറ്റീവ്ലി കുറഞ്ഞതുമായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പയർ വർഗ്ഗങ്ങളിൽ പയറിന്റെ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? മിതോഷ്ണ മേഖല പ്രദേശത്താണ് കൃഷി ചെയ്യുന്നത്. റാബി കാലത്താണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇതിന് ജലസേചനം ആവശ്യമാണ്. കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന, രാജസ്ഥാൻ. പണ്ട് ഹരിയാന, പഞ്ചാബ്, ഉത്തര രാജസ്ഥാൻ പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഹരിത വിപ്ലവത്തിന് ശേഷം ഇതിന്റെ പ്രൊഡക്ടിവിറ്റി മാറ്റപ്പെട്ടു. അടുത്തായിട്ട് പ്രധാനപ്പെട്ട ലെഗ്യൂംസിൽ പെടുന്നതാണ് തുവര അഥവാ പീജിയൻ പീ. രാജ്യത്തെ രണ്ടാമത്തെ പ്രധാന പയറുവർഗ്ഗ വിളയാണ് തുവര എന്ന് പറയുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പയറുവർഗ്ഗ വിളയാണ് തുവര എന്ന് പറയുന്നത്. ചെമ്പയർ, പീജിയൻ പയർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. രാജ്യത്തെ മധ്യ ദക്ഷിണ സംസ്ഥാനങ്ങളിലെ ശുഷ്കമായ പ്രദേശങ്ങളിലും മഴയുടെ സഹായത്തോടെ വരണ്ട പ്രദേശങ്ങളിലും ഈ വിള കൃഷി ചെയ്യുന്നു. പ്രധാനമായിട്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് മധ്യ ദക്ഷിണ സംസ്ഥാനങ്ങളിൽ, മിഡിലും സൗത്ത് സംസ്ഥാനങ്ങളിലാണ്. അവിടുത്തെ ശുഷ്കമായ പ്രദേശങ്ങളിലും മഴയുടെ സഹായത്തോടെ വരണ്ട പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. അപ്പം ജലസേചനത്തിന്റെ സഹായത്തോടുകൂടി വരണ്ട കാലഘട്ടത്തിൽ കൃഷി ചെയ്യാം, അല്ലാതെ മഴയുള്ള സമയത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് എന്ത്? തുവര എന്ന് പറയുന്നത് സൗത്ത് സെൻട്രൽ സ്റ്റേറ്റുകളിലായിരിക്കും പ്രധാനമായിട്ടും ഇത് കൃഷി ചെയ്യുന്നത്. പയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു വെസ്റ്റ് സെൻട്രൽ റീജിയൻസിലായിരുന്നു പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ തുവര എന്ന് പറയുന്നത് സൗത്ത് സ്റ്റേറ്റ്സിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആകെ കൃഷിഭൂമിയുടെ 2% മാത്രമാണ് ഈ വിള കൃഷി ചെയ്യുന്നത്. ഇന്ത്യയുടെ മൊത്തം കൃഷി എടുത്താൽ അതിൽ 2% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? തുവര കൃഷി ചെയ്യുന്നുള്ളൂ. ആകെ തുവര ഉൽപ്പാദനത്തിന്റെ 1/3 ഭാഗവും മഹാരാഷ്ട്രയാണ് ചെയ്യുന്നത്. അപ്പോൾ ആകെ തുവര ഉണ്ടാക്കുന്നതിൽ മഹാരാഷ്ട്ര തന്നെയാണ് അതിൽ 1/3 സംഭാവന ചെയ്യുന്നത്. ആകെ തുവരയുടെ 1/3 സംഭാവന ചെയ്യുന്ന ആരാണ്? മഹാരാഷ്ട്രയാണ്. ഉത്തർപ്രദേശ്, കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് മറ്റ് ഉൽപ്പാദകർ. അപ്പോൾ മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ബാക്കിയുള്ള പ്രൊഡക്ടിവിറ്റിയിൽ ഉത്തർപ്രദേശും കർണാടകയും ഗുജറാത്തും മധ്യപ്രദേശും അടങ്ങിയിട്ടുണ്ട്. ഈ വിളയുടെ പ്രതി ഹെക്ടർ ഉൽപ്പാദനവും കുറവും അസ്ഥിരമാണ്. അപ്പോൾ പ്രതി ഹെക്ടർ ഉൽപ്പാദനം എന്ത് ചെയ്യണം? ജനറലി നമ്മൾ പറഞ്ഞു പയറുവർഗ്ഗ വിളകളിൽ പ്രധാനമായിട്ടും പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. ഈ വിളയുടെയും പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അടുത്താണ് എണ്ണക്കുരുക്കൾ അഥവാ ഓയിൽ സീഡുകൾ എന്ന് പറയുന്നത്. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അപ്പോൾ എണ്ണക്കുരു പ്രധാനമായിട്ടും അതിൽ ഓയിൽ സീഡ് എന്തിനാണ്? ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ്. നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പലതരത്തിലുള്ള സീഡുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. മാൾവ പീഠഭൂമി, മറാത്ത്വാഡ, ഗുജറാത്ത്, രാജസ്ഥാൻ, തെലങ്കാന, ആന്ധ്രാപ്രദേശിലെ റായലസീമ, കർണാടക പീഠഭൂമി എന്നിവിടങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ എണ്ണക്കുരുക്കൾ പ്രധാനമായിട്ടും വളർത്തുന്നത്. അപ്പോൾ പല തരത്തിലുള്ള ഓയിൽ സീഡുകളുണ്ട്. അത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മാൾവ പീഠഭൂമി, മറാത്ത്വാഡ റീജിയൻ, ഗുജറാത്ത്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശിലെ റായലസീമ, തെലങ്കാന, കർണാടക പീഠഭൂമി. ഒരു സെൻട്രൽ സൗത്ത് ടിൽറ്റ് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ബെൽറ്റിലാണ് പ്രധാനമായിട്ട് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഏരിയസിലാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്? ഈ എണ്ണക്കുരുക്കൾ പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പല തരത്തിലുള്ള സീഡുകൾ നമുക്ക് കാണാം. സൺഫ്ലവർ സീഡ്, പീനട്സ്, കോൺ സീഡ്, ബ്രൗൺ ഫ്ലാക്സ് സീഡ്, ഗോൾഡൻ ഫ്ലാക്സ് സീഡ്, ഇതുപോലുള്ള പല സീഡുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഈ മാൾവ പീഠഭൂമി എന്ന് പറയുന്ന പ്രദേശം സ്പെസിഫൈ ചെയ്ത് ഞാൻ കാണിച്ചിരിക്കുകയാണ് ഇവിടെ. മധ്യപ്രദേശിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ മാൾവ പീഠഭൂമി എന്ന് പറയുന്നത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താണ്? മാപ്പിലൊന്ന് കാണിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആകെ കൃഷിഭൂമിയുടെ 14% ഈ വിളകൾ കൈയടക്കിയിരിക്കുന്നു. അപ്പോൾ രാജ്യത്തെ മൊത്തം കൃഷി ചെയ്യുന്നതിൻ്റെ 14% കൈയടക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ ഓയിൽ സീഡുകളാണ്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി തുടങ്ങിയവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണക്കുരു വിളകൾ. നമ്മൾ നേരത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നിലക്കടലയും കടുക് വർഗ്ഗങ്ങളും സോയാബീനും സൂര്യകാന്തി തുടങ്ങിയവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണക്കുരു എന്ന് പറയുന്ന വിളകൾ കൃഷി ചെയ്യുന്നത്. ഇതിൽ ഓരോന്നും നമ്മൾ എടുത്ത് പറയാണ്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിലക്കടലയാണ് അഥവാ പീനട്ട്. 2014 കണക്കനുസരിച്ച് ആഗോള നിലക്കടല ഉൽപ്പാദനത്തിന്റെ 14.9% ഇന്ത്യയുടെ സംഭാവനയാണ്. ലോകത്തുണ്ടാക്കുന്ന നിലക്കടലയിൽ 14.9%. ഇത് ഏത് കണക്കാണ്? CRT പ്രകാരം 2014 കണക്കാണ്. വരണ്ട പ്രദേശങ്ങളിൽ മഴയെ ആശ്രയിച്ച് ഖാരിഫ് കാലത്ത് കൃഷി ചെയ്യുന്ന വിളയാണിത്. അപ്പം വരണ്ട പ്രദേശങ്ങളാണ് കൃഷി ചെയ്യുന്നത്. മഴയെ മാത്രം ആശ്രയിച്ച് ഖാരിഫ് സമയത്ത് കൃഷി ചെയ്യുന്നുണ്ട്.
എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇത് റാബി കാലത്തും കൃഷി ചെയ്യാൻ പറ്റുന്നു. ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മോൺസ്റ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്, ഇവിടെ ക്ലൈമറ്റ് കണ്ടീഷൻസ് നോർത്തിലെ പോലെ എക്സ്ട്രീം അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റാബി കാലഘട്ടത്തിലും കൃഷികൾ കൂടുതലായിട്ടും ചെയ്യുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഒരു ഖാരിഫ് വിളയാണെങ്കിൽ സൗത്തിൽ റാബി കാലഘട്ടത്തിലും കൃഷി ചെയ്യാൻ പറ്റുന്നു. എന്ത്, നിലക്കടല. ഇന്ത്യയിലെ ആകെ കൃഷിഭൂമിയുടെ 3.6% എന്താണ്, നിലക്കടലാണ്. ഇന്ത്യയുടെ മൊത്തം കൃഷിഭൂമിയുടെ 3.6% എന്താണ്, നിലക്കടലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനപ്പെട്ട ഉൽപ്പാദകർ. ഏറ്റവും കൂടുതൽ നിലക്കടല ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ പ്രദേശങ്ങൾ. ഭാഗികമായി ജലസേചനം നൽകി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിൽ നിലക്കടല ഉൽപ്പാദനക്ഷമത ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്, തമിഴ്നാട്ടിലാണ്. ഭാഗികമായിട്ട് ജലസേചനം കൂടി കൊടുക്കുകയാണ് മഴയും കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളത്. തെലങ്കാന, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിൽ ഈ വിളയുടെ ഉൽപ്പാദനക്ഷമത കുറവാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കൂടുതലാണെങ്കിലും തെലങ്കാന, ആന്ധ്ര, കർണാടക തുടങ്ങിയ ബാക്കി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെയധികം കുറവാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളത് തമിഴ്നാടും, കുറവ് തെലങ്കാന, ആന്ധ്ര, കർണാടക പ്രദേശങ്ങളിലും, ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഗുജറാത്തുമാണ്. എന്ത്, നിലക്കടല എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് കടുക് വർഗ്ഗങ്ങളാണ്. മസ്റ്റാർഡ് സീഡുകൾ അഥവാ കടുക് വർഗ്ഗങ്ങൾ. പ്രധാനപ്പെട്ട കടുക് വർഗ്ഗങ്ങളാണ് റൈ, സാർസൻ, ടോറിയ, ടറാമിറ. പ്രധാനപ്പെട്ട മസ്റ്റാർഡ് സീഡുകൾ പെടുന്ന കാറ്റഗറിയിൽ പെട്ടവയാണ് റൈ, സാർസൻ, ടോറിയ, ടറാമിറ. അതായി കാണുന്നതാണ് സാർസോ, റൈ, ടറാമിറ, ടോറിയ എന്ന് പറയുന്നത്. ഇത് രണ്ടും ടോറിയനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ടോറിയാണ്. ഇതൊരു പാക്കറ്റാണ്. ഇത് ടോറിയ എന്ന് പറഞ്ഞ കടുകിനാണ്. കൂടാതെ ഇത് സാർസോ, ഇത് റൈ, ഇത് ടറാമിറ. അപ്പോൾ റൈ, സാർസൻ, ടോറിയ, ടറാമിറ എന്നിങ്ങനെ വിവിധങ്ങളായ എണ്ണക്കുരുക്കൾ ചേർന്നാണ് കടുക് വർഗ്ഗങ്ങൾ. ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറ് മധ്യഭാഗങ്ങളിൽ റാബി കാലത്ത് കൃഷി ചെയ്യുന്ന മിതോഷ്ണ മേഖല കൃഷികളാണ് എന്തൊക്കെ പറയുന്നത്, ഈ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറൻ റീജൻ കൂടാതെ മധ്യഭാഗങ്ങളിൽ റാബി കാലഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന മിതോഷ്ണ മേഖല വിളകളാണ് എന്ത്, കടുക് വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. മഞ്ഞ് വീഴ്ചയെ താങ്ങാനാവാത്ത ഈ വിളയുടെ ഉൽപ്പാദന ശേഷി വർഷാവർഷം വ്യത്യാസപ്പെടുന്നു. ഇപ്പോൾ നോർത്ത് സ്റ്റേറ്റ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ്, അവിടെ വർഷാവർഷത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി മാറും. കാരണം എന്താണ്, ഇത് മഞ്ഞ് വീഴ്ചനെ ഇതിന് താങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും മധ്യഭാഗങ്ങളിലും റാബി കാലത്ത് കൃഷി ചെയ്യുന്നു. നോർത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മഞ്ഞുകാലം, വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫൗണ്ടാണ്. ആ കാലഘട്ടത്തിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കൃഷി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജലസേചനത്തിന്റെ വ്യാപനം, വിത്ത് സാങ്കേതിക വിദ്യയിലെ വികാസം എന്നിവയിലൂടെ ഈ വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഒരു പരിധിവരെ സ്ഥിരത ആർജിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ജലസേചനം എല്ലായിടത്തേക്കും ഇപ്പോൾ കനാലുകളൊക്കെ വഴി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് കനാലുകൾ വഴി വാട്ടർ അവൈലബിലിറ്റി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. വിത്ത് സാങ്കേതിക വിദ്യയിലെ വികാസങ്ങൾ എന്നിവ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2/3 ഭൂമിയിലും ജലസേചനത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ വിളകൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 2/3 കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ മൊത്തം കൃഷി ചെയ്യുന്ന ഭൂമിയുടെ 2/3 ജലസേചനത്തിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ വിളകൾ കൃഷി ചെയ്യുന്നത്. നമ്മൾ കനാൽ ഫെസിലിറ്റി, ഇറിഗേഷൻ ഫെസിലിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 2/3 ഇപ്പോഴും മസ്റ്റാർഡ് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മഞ്ഞ് വീഴുന്ന സമയത്തിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. സെൻട്രൽ സ്റ്റേറ്റ്സിലും പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് എന്താണ്, ഇറിഗേഷൻ കൊണ്ടാണ് ഇത് സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രാജ്യത്തെ ആകെ കൃഷിഭൂമിയുടെ 2.5% മാത്രമാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ മസ്റ്റാർഡ് കൃഷി ചെയ്യുന്നത് മൊത്തം കൃഷിഭൂമിയുടെ 2.5% മാത്രമാണ്. മൊത്തം ഉൽപ്പാദനത്തിന്റെ 1/3 രാജസ്ഥാൻ സംഭാവന ചെയ്യുമ്പോൾ ഹരിയാനയും മധ്യപ്രദേശുമാണ് ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ എണ്ണക്കുരു, മസ്റ്റാർഡ് എന്ന് പറഞ്ഞ എണ്ണക്കുരു കൃഷി ചെയ്യുന്നത് എവിടെയാണ്, രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ മസ്റ്റാർഡ് കൃഷി ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഹരിയാനയും മധ്യപ്രദേശുമാണ് ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്. ഹരിയാനയും മധ്യപ്രദേശും എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് തേർഡ് സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ രാജസ്ഥാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹരിയാനയിലും രാജസ്ഥാനിലും ഈ വിളയുടെ ഉൽപ്പാദനക്ഷമത താരതമ്യേന ഉയർന്നതാണ്. അതുകൊണ്ടാണ് ഏറ്റവും രാജസ്ഥാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതലാണ്. അതിനുശേഷം ഹരിയാനയും മധ്യപ്രദേശും വരുന്നുണ്ട്. അതിന് കാരണം എന്താണ്, രാജസ്ഥാനിലും ഹരിയാനയിലും ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഈ ബാക്കിയുള്ള ചില പ്രത്യേക എണ്ണക്കുരുക്കൾ കൂടി പറയുകയാണ്. സോയാബീൻ, സൂര്യകാന്തി എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന മറ്റ് പ്രധാനപ്പെട്ട എണ്ണക്കുരുക്കൾ. നമ്മൾ സോയിൽ എന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സീസണും കാര്യങ്ങളും സോയിലൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സൺഫ്ലവറിനെ പറ്റി കണ്ടിട്ടുണ്ടാവും. സൺഫ്ലവറിൻ്റെ സീഡ് കഴിച്ചിട്ടുണ്ടാവും. ഹെൽത്തിനൊക്കെ ബെനിഫിറ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൺഫ്ലവർ സീഡൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഉപയോഗമാണ് എന്ത്, സൺഫ്ലവർ കൊണ്ട് നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ എന്നുള്ള പേരിൽ. അപ്പോൾ സോയാബീനും സൂര്യകാന്തിയും ഇതുപോലത്തെ മറ്റ് 2 കാര്യങ്ങളാണ്, എണ്ണക്കുരുക്കളാണ്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ് ഏറ്റവും കൂടുതൽ എന്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ് പ്രധാനമായിട്ടും സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. രാജ്യത്തെ ആകെ സോയാബീൻ ഉൽപ്പാദനത്തിന്റെ 90% ഈ 2 സംസ്ഥാനങ്ങളുടെ സംഭാവനയാണ്. അപ്പോൾ സോയാബീൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഉണ്ടാക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ 6 പേര് ഓർമ്മ വരണം, മധ്യപ്രദേശും മഹാരാഷ്ട്രയും മാത്രമാണ്. 90% സോയാബീൻ ഉണ്ടാക്കുന്ന എവിടെയാണ്, മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും മാത്രമാണ്.
കർണാടക, ആന്ധ്ര, തെലങ്കാന ഇവയോട് ചേർന്ന് കിടക്കുന്ന മഹാരാഷ്ട്രയിലെ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് സൂര്യകാന്തി കൃഷി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സൂര്യകാന്തി പ്രധാനമായിട്ടും കർണാടക, ആന്ധ്ര, തെലങ്കാന, അതായത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടക, ആന്ധ്ര, തെലങ്കാനയിലാണ് ചേർന്ന് കിടക്കുന്നത്. കൂടാതെ മഹാരാഷ്ട്രയിൽ, ഈ സംസ്ഥാനങ്ങളോട് അടുത്ത് കിടക്കുന്ന മഹാരാഷ്ട്രയിലെ ചില പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യകാന്തി കൃഷി ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ വടക്ക് ഭാഗങ്ങളിൽ ഇതൊരു അപ്രധാന വിളയാണെങ്കിലും ജലസേചന ലഭ്യത ഉള്ളതുകൊണ്ട് ഈ വിളയുടെ ഉൽപ്പാദനക്ഷമത ഇവിടെ കൂടുതലാണ്. അപ്പോൾ ജലസേചനം കൊടുത്താൽ നോർത്തിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രൊഡക്ടിവിറ്റിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാലും കൂടുതലും എന്ത് ചെയ്യുന്നില്ല, നോർത്തിലെ സ്റ്റേറ്റുകളിലുള്ള ആളുകൾ അധികം ഇത് പ്രൊഡ്യൂസ് ചെയ്യാറില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ വിളകളുടെ കാര്യം പറഞ്ഞു? നമ്മൾ കഴിഞ്ഞ തവണ നെല്ല് വരെ എത്തിയിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാക്റ്റുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ തവണ ക്ലാസ്സിൽ. കൂടാതെ നെല്ലിനെ പറ്റി കൂടി പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇന്ന് ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിളകളെ പറ്റിയിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഗോതമ്പ് മുതൽ ഇങ്ങോട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പിന്റെ കണ്ടീഷൻസും ഇതിനെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ്, ഇതിന് എന്തെങ്കിലും കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ, എത്ര മഴ വേണം, എത്ര ചൂട് വേണം എന്നുള്ള ഇത് പറയുന്നുണ്ട്. കൂടാതെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ ആപ്ലിക്കേഷൻ എന്താണ്. എണ്ണക്കുരുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ്, എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷ്യവിളകളുണ്ട്, ഇതുപോലത്തെ ഓരോന്നിനും ഓരോ ആപ്ലിക്കേഷൻ ആയിരിക്കും. ഈ ആപ്ലിക്കേഷൻ എന്താണ്, എന്തോരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഏതാണ്, കൂടാതെ ഇതിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യാം, ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളും അതിന്റെ ക്വാണ്ടിറ്റീസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കാം, അത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ്, സെയിം ആയിരിക്കും. ഈ കാര്യങ്ങൾ SCERT തന്നെ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. നമ്മുടെ കോട്ടൺ പോലുള്ള, ജൂട്ട് പോലുള്ള സാധനങ്ങളൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് അതും കൂടെ ഫിനിഷ് ചെയ്യാം. മൊത്തത്തിൽ ഇന്ത്യയിലുള്ള കാർഷിക വിളകളെ പറ്റിയിട്ടുള്ള കാര്യം നമുക്ക് മൊത്തം എന്ത് ചെയ്യാൻ, ഒന്ന് ഡിസ്കസ് ചെയ്ത് ഓവറോൾ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ SCERT ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിയിലും കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണിത്. ഇപ്പോൾ ജോഗ്രഫിയിലും ഇതേ ടോപ്പിക് തന്നെയാണ് വരുന്നത്. രണ്ട് കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇത് രണ്ട് പ്രദേശങ്ങളും ക്വസ്റ്റൻ ആയിട്ട് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കണ്ടീഷനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തീർത്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.